നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിൽ തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ പോയി ഭൗമരാഷ്ട്രീയമൊക്കെ പറയും, ജിയോ പൊളിറ്റിക്സ് ഒക്കെ പറയും. ഇപ്പോൾ പറയുന്നൊരു ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയം പാലസ്തീനെ അംഗീകരിക്കണം അല്ലെങ്കിൽ അംഗീകരിച്ചു എന്ന് പറയുന്ന മൂന്നാല് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ രാജ്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. ഇറാനും ഇറാഖോ പോലുള്ള രാജ്യങ്ങൾ, സൗദിയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. കാനഡ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണല്ലോ. ഓസ്ട്രേലിയ അതുപോലെ പ്രധാനപ്പെട്ട രാജ്യമാണ്. UK തീരുമാനം സമാധാന പ്രതീക്ഷകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ധൃതരാഷ്ട്രം പരിഹാരം നടപ്പാക്കാനും വേണ്ടിയാണെന്ന് കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി, UKയിലെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമാധാനപരമായ ഭാവിക്ക് പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുന്നു എന്ന് മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. തീരുമാനം ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് ആർബനിസ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയ ആൻ്റണി ആർബനിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതൊരു. നമ്മുടെ കാനഡ, ഓസ്ട്രേലിയ, UKയിലെ പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ പ്രസിഡന്റുമാരും പറഞ്ഞിരിക്കുന്നത് പാലസ്തീനെ അംഗീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അന്താരാഷ്ട്ര മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇസ്രായേൽ ഗാസയിലാണ് ഈ കാണിക്കുന്ന ഈ അക്രമവും പാലസ്തീൻ്റെ അപലപിച്ചുകൊണ്ടും പാലസ്തീനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഫ്രാൻസ്, പോർച്ചുഗൽ, ലക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങൾ വരും ദിവസങ്ങളിൽ അംഗീകരിക്കും. അപ്പോൾ കൂടുതൽ പാലസ്തീനിനുള്ള അംഗീകാരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നീക്കത്തെ ഹമാസും പാലസ്തീൻ അതോറിറ്റിയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. അയർലൻഡ്, നോർവേ, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പാലസ്തീനോട്. അപ്പോൾ വലിയ പ്രശ്നമാണ് ഉള്ളത്. അപ്പോൾ ഒരു പക്ഷത്ത് ഹമാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഹമാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഹമാസിൻ്റെ ഗാസ സിറ്റിയിലേക്കുള്ള കൂടുതൽ ഇസ്രായേൽ സൈനികരെത്തുന്ന കഥകൾ, മധ്യ ഗാസയിലെ ബുറൈ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബാക്രമണത്തിൽ 4 കുട്ടികളടക്കം 7 പേർ മരിച്ച കാര്യങ്ങൾ, തെക്കൻ ലെബനനിലെ ബിൻഡ് ജേബലിൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 5 മരണം. അപ്പോൾ ഗാസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്ന കുട്ടികൾ, ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ തഴക്കവും പഴക്കവും പരസ്പരം കുറ്റപ്പെടുത്തലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ്റുപാത്രത്തിൽ വരെ ബോംബ് കൊണ്ടുപോകലും ഒക്കെ ഉണ്ട് ഈ അങ്ങനെ വളരെ ഗൗരവതരമാണ് വിഷയം. പക്ഷേ എന്തായാലും പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കണം എന്നാണ് കൂടുതൽ രാജ്യങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലിനെ എത്ര കണ്ട് ഉപദ്രവിക്കുമല്ലേ, ഇസ്രായേലിന് എത്ര കണ്ട് സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും സമ്മർദ്ദമുണ്ടാവുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്തായാലും വലിയ സമ്മർദ്ദമാണ് പറയുന്നത്. ഗാസയിൽ നിന്ന് ശേഷിക്കുന്ന 47 ഇസ്രായേലി ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഹമാസ് യാത്ര അയ ചിത്രം എന്ന സന്ദേശത്തോടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഹമാസും. അപ്പോൾ ഹമാസും വെറുതെ ഇരിക്കുന്നില്ല, ഇസ്രായേലികളായിട്ട് ബന്ദികളെ പിടിച്ചിട്ടുള്ള ചിത്രം ഹമാസ് പുറത്തുവിടുന്നു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ രാജ്യങ്ങൾ വന്നിട്ട് പാലസ്തീനെ അംഗീകരിക്കുന്നു. എന്തായാലും പാലസ്തീൻ ഇസ്രായേൽ വിഷയം പുതിയ മാനങ്ങളിലേക്ക് പോവുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഒരു വശത്ത് ഒന്നിക്കുന്നു. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ഒരു സമദൂര സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ നോൺ അലൈൻ മൂവ്മെൻറ്റ് പോലെ ഒരു ചേരിചേര സംവിധാനം പോലെയാണ് നിൽക്കുന്നത്. എന്നാലും ഇസ്രായേലിനോടാണ് കൂടുതൽ അടുപ്പമുള്ളത്. അത് ഇസ്രായേലുമായി ഒരുപാട് കരാറും അടുപ്പമൊക്കെ ഉണ്ട്. പക്ഷേ പാലസ്തീനോട് അത്രയില്ല. എന്തായാലും മറ്റു രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ പാലസ്തീൻ്റെ പിറകിൽ അല്ലെങ്കിൽ പാലസ്തീനെ അംഗീകരിക്കണം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ആഗോള രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നതായിട്ടാണ് ഏറ്റവും പ്രധാനമായും അവസാനമായും കിട്ടുന്ന വാർത്ത.